നമ്മുടെ വലയിൽ നിന്ന് കുറച്ച് വറ്റക്കുട്ടന്മാരെ ഇറങ്ങി അങ്ങോട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ടാവും നമ്മളിപ്പോൾ കടലിലേക്ക് വന്നിട്ട് പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ അതിപ്പോൾ കടലിലാണ്ട ആദ്യത്തെ വല പിടിച്ച് പണി മോശമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻജിൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. മറ്റുള്ളവർ കാണിക്കാത്ത കിടിലൻ കണ്ടൻസ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാ. വെളുപ്പിനൊരു 4 മണിയായപ്പോൾ തന്നെ നമ്മൾ വലിടാനായിട്ട് ആരംഭിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് പണിയാണ്ട, അതും ഒരു പാറയുടെ മുകളിലാണ് നമ്മൾ വലിടാൻ പോകുന്നത്. പാറകളും മലകളെല്ലാം നിറഞ്ഞിരിക്കണേരിക്കുള്ളൂ നമ്മുടെ കടലിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നത്. എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ പാറയുടെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ചില കൂട്ടങ്ങളുണ്ടാകും. അതായത് നമ്മുടെ ഊളാവ്, ചെമ്പല്ലി, അങ്ങനത്തെ മീൻ കൂട്ടങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുന്നത് പാറകളുടെ മുകളിലായിരിക്കുള്ളൂ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബമ്പർ, അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ പാരുമീനുകൾ നമുക്ക് ഉണ്ടാവട്ടെ. പാറയുടെ മുകളിൽ കിടന്ന മീനുകൾക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ, നല്ല നെയ്യൊക്കെ ആയിരിക്കുള്ളൂ. റോപ്പൊക്കെ ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വലയെടുക്കാൻ നേരത്ത് കാണട്ടെ. ഏകദേശം 3 മണിക്കൂർ വലിക്കോട്ടെ. 4 മണി, 4:30, 5 മണി ഈ ടൈമിൽ വെളുപ്പിന് നമ്മൾ വലയിട്ട് കഴിഞ്ഞാൽ പിന്നെ പണിക്കാർ ഉറങ്ങിക്കഴിഞ്ഞാലും കിച്ചണിലുള്ള ആൾ ഉറങ്ങില്ല. സ്റ്റോറിൽ പോയി മീനൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ച് കറക്റ്റ് 6 മണി 6:30ക്കുള്ളിൽ നമ്മൾ ഇതിനകത്ത് ഭക്ഷണം കഴിക്കോട്ടെ. രാവിലെ ചോറിന് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മീനാണ് കേട്ടോ. പിന്നെ പപ്പടവും ഉണ്ട്. ഒരാൾ സാമിയാണ് നമ്മുടെ ബോട്ടിനകത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പപ്പടം എല്ലാം നമുക്ക് ഓർത്തരോട്ടെ. അപ്പോൾ സ്രാങ്ക് ഇരുന്നതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വല നമ്മൾ വലിച്ചുകൊണ്ടിരിക്കേണ്ട. ഇനി ഏകദേശം ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തന്നെ വല തിരിച്ച് കയറ്റോട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച ഒന്ന് കണ്ടേച്ചും വരാം. പാറകൾ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ നമ്മൾ ഈ ചില വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ചെറിയ പാറകളായിരിക്കുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കടലിൻ്റെ അടിയിലുള്ള പാറകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം നീളം ഉണ്ടാവും ചില പാറകൾ. അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കുള്ളൂ. ചിലപ്പോൾ എല്ലാ സ്ഥലത്തും മീൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈ അറ്റത്താണെങ്കിൽ ചിലപ്പോൾ ആ അറ്റത്തായിരിക്കുള്ളൂ. അതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കട്ടെ. അപ്പോൾ സ്രാങ്കയുടെ വല കയറുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഞ്ചിനകത്ത് റോപ്പെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോട്ടിലുള്ള പണിക്കാർ ചേട്ടന്മാരെല്ലാവരും ബോട്ടിൻ്റെ അമരത്തുണ്ടാവട്ടെ. സ്രാങ്ക് മാത്രമേ വീൽ ഹൗസിൽ ഉണ്ടാവുള്ളൂ. എല്ലാവരും വല പിടിക്കാനായിട്ട് വരും. അപ്പോൾ വലയിനകത്ത് ഇതുപോലെ കൊലഞ്ഞിലും പിന്നെ ടയറെല്ലാം കിട്ടാറുണ്ട് കേട്ടോ. അത് കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വലയിൽ ഇങ്ങനെ കയറി വന്നെയാണ്. കോടൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച അത്രയും മീൻ വലയിനകത്ത് കയറിയിട്ടില്ല കേട്ടോ. നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയാം. അപ്പോൾ കോടൻ്റെ കയറി വന്ന സമയത്ത് കുറച്ച് മീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് അഴിഞ്ഞു പോവുകയും ചെയ്ത്. അതും വറ്റേണ്ട. അവന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കണ്ടിട്ട് എങ്ങും പോയിട്ടില്ല. അത് കുറേ നേരം ബോട്ടിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന സ്രാങ്ക് പറയണ്ടായിട്ടോ. പക്ഷെ നമുക്ക് അതിനെ പിടിക്കാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാകും, നമുക്ക് നോക്കാം. അപ്പോൾ അതെ, കോടൻ്റെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ മീനാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കട്ടെ. ഇത് കണ്ടാ നിങ്ങൾ, കടലിൽ പോണവരുടെ മറ്റൊരു മുഖമാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എപ്പോഴും വലയിനകത്ത് നിറയെ മീൻ കയറി കിട്ടൂല നമുക്ക്. ഇതുപോലെയുമുള്ള അവസ്ഥകൾ ഉണ്ടാവട്ടെ. 3-4 മണിക്കൂർ നമ്മൾ വല വലിച്ചിട്ട് നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇതിൽ സ്പീഡ് പണി അതിൻ്റെ പേരിൽ ഡീസൽ കത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ അറിയണവർക്ക് അറിയാൻ പറ്റും. ഇത് കാണുമ്പോൾ ഡീസലിനുള്ള ചിലവ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിഷിംഗ് ബോട്ടിലെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ പണി ഉണ്ടാവും, ചിലപ്പോൾ പണി ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ മീൻ കയറും, വലയിൽ നിറച്ച് മീൻ കയറും എന്നുള്ള പ്രതീക്ഷയും കൊണ്ടാണ് എല്ലാവരും മഴ കടന്ന് നേരെ കടലിലേക്ക് ഇറങ്ങണേട്ടാ. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് വൈശാലി കൂന്തലും കിട്ടിയിട്ടുണ്ട്. വൈശാലി പയ്യെ ഇങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ.
വൈശാലി എന്ന് പറയുന്നത് ഇങ്ങനെ സൂചി പോലെ ഇങ്ങനെ ഇരിക്കണ കൂന്തലിനാണ് വൈശാലി കൂന്തൽ എന്ന് പറയുന്നത്. പണി മോശമായതിൻ്റെ പേരിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് ഇനി പിടിച്ച മീനെല്ലാം സ്റ്റോർ ചെയ്യാൻ പോയാണ്. അതിന് മുമ്പ് നമുക്കൊരു വെറൈറ്റി സംഭവം കണ്ടിട്ട് വരാം. വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വലയിൽ നിന്ന് കുറച്ച് വറ്റക്കുട്ടന്മാരെ ഇറങ്ങി അങ്ങോട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു. അപ്പോൾ അവന്മാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ബോട്ടിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നോക്കി എന്താ. അപ്പോൾ ചാടി ഇതിനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ രക്ഷപ്പെട്ട് കളയും. അതുകൊണ്ട് ഞാൻ ഗോപ്രോ ഇറക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ കടലിൻ്റെ ആ ഒരു തെളിച്ചവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. പലരും ഇത് ആദ്യമായിട്ട് കാണുന്നവരിക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ പേജ് എന്തായാലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാം. ഇത് നോക്കി നിങ്ങൾ കാണാൻ തന്നെ കണ്ണിന് കുളിർമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ആഴക്കടലിലെന്ന് പറയുമ്പോൾ പ്രത്യേകം എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള കാഴ്ചകളായിരിക്കും. ഇത് കണ്ട വറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിക്കാനായിട്ട് എന്താ ഭംഗി നോക്കി. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു കടലിൻ്റെ അടിയിൽ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ഹെഡ്സെറ്റ് വെച്ച് കാണാൻ ശ്രമിക്കട്ടെ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. കണ്ട കടലിൻ്റെ ആ ഒരു തെളിച്ചവും കാര്യങ്ങളെല്ലാം നോക്കി. ഏകദേശം ഒരു അര ബോക്സോളം വരുമല്ലോ ഈ വറ്റ. അരമുക്കാൽ ബോക്സോളം വരും. പക്ഷെ ഇവന്മാരെ പിടിക്കാനായിട്ട് എന്ത് വഴിയെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് നോക്കിയിട്ടാ. പക്ഷെ എന്നാലും ഇരയൊന്നും എടുക്കണല്ലോ ഇവന്മാർ. അതുപോലെ വല വീശിക്കഴിഞ്ഞാൽ കിട്ടുമോ നോക്കാനായിട്ട് വല താഴ്ന്നു ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ പാടോക്കി പോകും. എന്തായാലും അവരൊരു ഫാമിലി ആയിട്ട് തന്നെ രക്ഷപ്പെട്ട് കളഞ്ഞിട്ട് പൊക്കോട്ടെ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പിടിക്കാം. അപ്പോൾ ഈ കടലിൻ്റെ അടിയിൽ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടതുപോലെ നിങ്ങളെ കാണിക്കാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിടിച്ച മീനുകളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ വിൽസനളിനും അതുപോലെ ജോമോൻ ചേട്ടനും കൂടി എല്ലാ മീനെയും കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോട്ടിൻ്റെ അണിയത്ത് സ്റ്റോർ റൂമിൻ്റെ മുന്നിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ കിട്ടിയ മീനുകളെല്ലാമാണ് ഈ കാണുന്ന. അയിലുണ്ട്, വറ്റയുണ്ട്, പിന്നെ ഉളാവുണ്ട്, പിന്നെ കുറച്ച് വൈശാലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മീനുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇത് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇങ്ങനെ ബോക്സ് ഓരോന്നായിട്ട് കെട്ടി ഇറക്കി കൊടുക്കും കേട്ടോ. ഇനി ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ച കാണാം. അപ്പോൾ ഐസ് ചെയ്യണ ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എപ്പോഴും ഒരുപാട് പേര് ചോദിക്കണ കാര്യമാണ് ബോട്ടിനകത്ത് ഐസ് ചെയ്യുമ്പോൾ മീനിനകത്ത് നിങ്ങൾ അമോണിയ ഇടുമോ എന്നൊക്കെ ചോദിക്കണത്. ഒരിക്കലുമില്ല. നമ്മൾ യാതൊന്നും ഈ പറഞ്ഞ പോലെ ഐസ് ചെയ്യാൻ നേരത്ത് മീനിൽ ചേർക്കാറില്ല കേട്ടോ. ഐസ് ബോട്ടിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഐസ് ചെയ്ത് പോയി നമ്മൾ സ്റ്റോർ റൂമിൽ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. സ്റ്റോർ റൂമിൻ്റെ പ്രത്യേകതയാണ് മീൻ ചീത്താവാതെ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഫെല്ലാം വെച്ച് പണിത് ഒരെയർ പോലും അടച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറാത്ത രീതിയിലാണ് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ പണിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം മീൻ ചീത്താവൂല, ഐസും അങ്ങനെ മെൽറ്റായി പോകില്ല കേട്ടോ. അപ്പോൾ അതെ ഐസ് ഇട്ടിട്ട് വറ്റ കിടന്ന് പിടക്കണുണ്ടോ, വറ്റ ചത്തിട്ടില്ല കേട്ടോ. അതുപോലെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം 8 കുപ്പി വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെക്കുകയാണ്. തണുത്തുള്ളം കുടിക്കില്ല നമുക്ക്, കടലിലെ കൊടുക്കത്തെ ചൂടാണ് നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അതെ നമുക്ക് ഈ വലയിൽ കിട്ടിയ നല്ല ഗുണ്ടുമണികളായിട്ടുള്ള അയിലക്കുട്ടന്മാരെ വരഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് അയില വറുത്തതാണ്. വറക്കാനായിട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ എന്താ പറയുക കുരുമുളക് പൊടി, ഇത്രയും മസാലകളേ ഉള്ളൂ കേട്ടോ. വേറെ അധികം മസാലകളൊന്നുമില്ല. ഫ്രഷാണുള്ള മീൻ, ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ വറക്കാനായിട്ട് പോകണേ കേട്ടോ. അപ്പോൾ അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നേരെ നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെ അയില നല്ല അടിപൊളിയായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അയില ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? ഒട്ടുമിക്ക ആളുകൾക്കും അയില ഇഷ്ടമായിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്ട്. അയില എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അയിലിനേലും ഇഷ്ടം എനിക്ക് വറുത്ത മീനുകൾ, ചാളയൊക്കെയാണ്, മത്തിയൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതെ ഇത് നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ഫ്രൈയും അല്ല, എന്നാലും അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അളിയൻ. നമ്മൾ ആങ്കർ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ട് മുമ്പിൽ കൂടെ ഒരു കപ്പൽ പോകണേ കേട്ടോ. ചരക്കപ്പലാണ് പോണത്.
അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കരുത്, നമ്മുടെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കപ്പൽ പോയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കരുത് ഇവരുടെ കിച്ചണിൽ നിന്ന് എന്തായിരിക്കും കറി എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം നമുക്ക് വല പിടിക്കുക അപ്പം തന്നെ മീനെ ഇഷ്ടമുള്ളത് എടുത്ത് നേരെ കറി വെക്കാം. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ചെയ്ത് തന്നെ മീനുകളും പച്ചക്കറികളൊക്കെ ആയിരിക്കുള്ള. എന്നാലും ഫിഷും മീറ്റും വെജിറ്റബിൾസും എല്ലാം ഉണ്ടാവട്ടെ. അപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് ചോറ് വിളമ്പിന്നും പറഞ്ഞ് വിളി വന്നിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കണവരുണ്ടാവാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരുണ്ടാവാം, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണവരുണ്ടാവും. എന്നാലും ഇതൊന്നും കാണുമ്പോൾ നിങ്ങൾ എന്നെ പ്രാകരുത്, ആരും കൊതിയിടരുത് കേട്ടല്ല. ദേ നോക്കി, അയില നല്ല അടിപൊളിയായിട്ട് വറുത്തത്, പിന്നെ ഒരു പപ്പടമുണ്ട്, പിന്നെ സവാളയും കൊണ്ടുള്ള ഒരു ചെറിയ ചമ്മന്തിയും ഉണ്ട് കേട്ടോ. അയിലത്തല അളീനും കൊടുക്കരുതെന്നാണ് പറയണത്, അത്രയ്ക്ക് ടേസ്റ്റാണെന്നാണ് പറയണത് അയില. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വീഡിയോ എടുക്കാനും ക്യാമറ പിടിച്ചു തരാനും ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ തന്നെ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ വിശപ്പിൻ്റെ ആണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്രാങ്ക് പറഞ്ഞ് ഒരു ചൂണ്ടിട്ടിട്ട് 9ൻ്റെ കുളത്തിട്ടൊന്ന് വറ്റ കിട്ടുമോക്ക്, ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ജോമോ ചേട്ടൻ കുളത്തെല്ലാം സെറ്റ് ചെയ്ത് വെയിറ്റ് എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരയായിട്ട് ഞങ്ങൾ എടുത്ത് ചെറിയൊരു കൂന്തലുണ്ട. അവന്മാരാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തോട് ഒരു 4-5 മണിക്കൂറായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു തണൽ ഒറ്റ ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. സൂര്യൻ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആ ഒരു തണൽ വരുമല്ലോ, ആ തണലിൻ്റെ ഒപ്പം ഇങ്ങനെ മാറി മാറിയിട്ടുണ്ട്. ഞങ്ങൾ ചൂണ്ടിട്ട് നോക്കി, പക്ഷെ കണ്ട ഭാവം പോലും മരുന്നടിക്കണില്ല കേട്ടോ. ഒരു മൈൻഡില്ലാണ്ട് വെല്ലോടത്തേക്കോ പോയി കളഞ്ഞ്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യിക്കുകയാണ്. വീണ്ടും ഒരു കിടിലൻ അടിപൊളി എപ്പിസോഡായിട്ട് നമ്മൾ പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് നിങ്ങൾ ഫോളോ ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റ.